ഹേ ഗായ്സ്, അപ്പൊ നമ്മളിന്ന് ഒരു സിനിമയ്ക്ക് പോവാണ് കേട്ടോ. ഏതാണ് സിനിമ? എനിക്കറിയില്ല. അപ്പോ 2 സിനിമ ഇറങ്ങിയാണ്, ഗെറ്റ് സെറ്റ് ബേബിയും പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിനായിരിക്കും പോവാ കേട്ടോ. അത് ഏതെന്ന് അവിടെ ചെന്നാലേ തീരുമാനിക്കുള്ളൂ. കണ്ടോ? റെഡിയായോ? പോവല്ലേ? നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി ഇടാല്ലേ? എടുക്കുന്നുണ്ട്. ഇതെന്റെ പിങ്ക് ഹെൽമെറ്റ്. പിങ്ക് ലോക്കൊക്കെ ചെയ്തിട്ടോ. ഇതെന്റെ പിങ്ക്. ഇനിയിപ്പോ നമ്മൾ ഈ ചാവി ലോക്കൊക്കെ ചെയ്ത് എല്ലാരും ചെയ്യുന്ന പോലെ ചവിട്ടിന്റെ അടിയിൽ തന്നെ ഇതിന്റെ മുമ്പ് ലോക്കൊക്കെ ചെയ്തു. എവിടെ വെച്ചേ? ചവിട്ടിനടിയില്ല. എന്നാ പിന്നെ വണ്ടി എടുക്കും. അപ്പൊ നമുക്ക് വണ്ടി എടുക്കാം. നമ്മുടെ വഴി കേട്ടോ, നമ്മുടെ വീട്ടിലേക്ക് വഴി. ഈ റോഡിന് നേരെ വന്നാൽ നമ്മുടെ വീടെത്തും. കൃഷ്ണട്ടാ, ഗൈസ്, അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി. ഇവിടെ നിന്ന് കുറേ കാറുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. സാധാരണ ഇവിടെ ഫുള്ള് ബൈക്കാണ് ഉണ്ടാവുക, ഇന്ന് കുറേ കാറുണ്ട്. അയ്യോ, ഇവിടെ ഒരു വലിയ കയറ്റമുണ്ട്. ഈ കയറ്റവും കയറിയാണ് നമ്മൾ വരുന്നത് കേട്ടോ. അത് കയറിയതിന്റെ ക്ഷീണമാണ്. തരാം. ഏതാ ടിക്കറ്റ് എടുക്കുന്നേ? നമുക്ക് ഗെറ്റ് സെറ്റ് ബേബിക്ക് കയറിയാലോ? ഏതാ കയറുക? നിങ്ങൾ ഏതിനാ പറയുന്നേ? മറ്റേ കുഞ്ചാക്കോവന്റെ. അപ്പൊ ഞങ്ങൾ നമ്മുടെ ഇവിടെ PC-യിലാണ് കേട്ടോ വന്ന്. PC-യിലാണ് 2 സിനിമ കളിക്കുന്നത്. അപ്പൊ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഇതിനാ കേറാണ്. അപ്പൊ നമ്മളെന്താ ചെയ്യാൻ പോണേ? അങ്ങനെ നല്ല കൈ ഇങ്ങനെ വെച്ച് പറഞ്ഞു. അപ്പൊ നമ്മള് ടോസ് അല്ല, നമ്മള് കൈ വെക്കാൻ പോകണ്ടോ. നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിക്ക്. ഞാൻ ഇവിടെ പറഞ്ഞോട്ടെ. ഇത് ഗെറ്റ് സെറ്റ് ബേബി. പിന്നെ ഇത് സോറി ചൂണ്ടുവരള് മറ്റേ പടം, കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി പടം. അതും അപ്പോൾ മനസ്സിലായില്ലേ? ഇത് ഗെറ്റ് സെറ്റ് ബേബിയും ഇത് ഓഫീസർ ഓൺ ഡ്യൂട്ടി. നമുക്ക് ഡിസ്കാർഡർ കൊണ്ട് തൊടിപ്പിക്കാം. ഹലോ, ഇതിലേതെങ്കിലും തൊട്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടി. അങ്ങനെ നിങ്ങൾ കറക്റ്റ് അതിൽ തൊട്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. പക്ഷെ എനിക്ക് താല്പര്യം മറ്റേ പടം ഇരുന്ന് ഉണ്ണി മുകുന്ദന്റെ പടം. അങ്ങനെ ഞങ്ങൾ മൂവിയൊക്കെ കണ്ട് തിരിച്ചു പോകുമ്പോൾ കേട്ടോ, നമുക്ക് രണ്ടുപേർക്കും നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ പോയിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും സമയമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ കറി വാങ്ങിയിട്ട് വീട്ടിൽ പോയി ചോറ് കൂട്ടി കഴിക്കാമെന്ന്. അപ്പോൾ അവിടെ അൽഫാമൊക്കെ കുറേ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതൊന്നും വാങ്ങിയില്ല. നമ്മൾ നേരെ കടായി ചിക്കൻ ആട്ടോ വാങ്ങിയത്. അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞത് അവിടെ വീട്ടിലെത്തിട്ടോ. അങ്ങനെ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ചു വലിയ രസം ഉണ്ടാവില്ല. ചാക്കോച്ചന്റെ ഫിലിം എനിക്ക് പൊതുവെ വലിയ ഇഷ്ടമല്ല, പക്ഷെ ഇത് കൊള്ളാം. ഹായ് ഗൈസ്, എന്താ പറയാ കൃഷ്ണേട്ടാ, മൂവി കണ്ട അഭിപ്രായം പറയണ്ടേ നമുക്ക്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല പടമല്ലേ? നമ്മളെത്ര എന്താ പറയാ, നമ്മള് കൃഷ്ണേട്ടൻ റിവ്യൂ കണ്ട് പറഞ്ഞാണ് ഇങ്ങനെ ഒരു പടം ഉണ്ട്. അപ്പൊ ഞാൻ അതിനിടയിൽ കൂടെ മറ്റേ പടം എന്തായിരുന്നു കുഞ്ഞുമുണ്ടന്റെ പടം, ഗെറ്റ് സെറ്റ് ബേബി, ആ പടത്തിന്റെ റിവ്യൂ നോക്കി. അതും നല്ലതായിരുന്നു. അപ്പൊ നമ്മള് രണ്ടുപേരും കൂടെ എല്ലാം കൂടെ ഇങ്ങനെ നല്ല സിനിമയാട്ടോ, അടിപൊളി സിനിമ. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട അടിപൊളി പടമാണ്. അതെ, തിയേറ്റർ വാച്ചായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ
ഇതുപോലെ ഒരു കഥാപാത്രം അങ്ങനെ അധികം ചെയ്തിട്ടില്ല അല്ലേ? ഒരു ഇങ്ങനത്തെ ഒരു നല്ലൊരു സബ്ജക്റ്റ് ആണ്. ഈ ഒരു ടൈപ്പ് വേറെ പടത്തിലൊന്നും അധികം കണ്ടിട്ടില്ല. ഒരു ബോഗൻവില്ലയിലേക്ക് അങ്ങനെയായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയൊരു ബോഗൻവില്ല ടൈപ്പ് എന്ന് വെച്ചാല് അങ്ങനെ എനിക്ക് അങ്ങനെ ഒഫീഷ്യൽ എന്താ പറയാ എന്തായാലും പറയാ അങ്ങനെ പറയാൻ എനിക്ക് അറിയില്ല. കണ്ടു, ഇഷ്ടപ്പെട്ടു, ലാഗ് അടിച്ചിട്ടില്ല, നമ്മള് എന്താ പറയാ ബോർ അടിച്ചിട്ടില്ല, നല്ലപോലെ ആസ്വദിച്ച് നമ്മള് സിനിമ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാരും സമയം കിട്ടുകയാണെങ്കിൽ പോയി കാണുക. കുറ്റം പറയാനായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ കുറ്റം പറയാനായിട്ട് ഈ മൂവിയിലൊന്നും ഇല്ല കേട്ടോ, പ്രത്യേകിച്ച് മൈനസ് പോയിന്റ് അത്രേ ഉള്ളൂ. ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങള് പോയി കാണുക, എന്നിട്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ബൈ.